ഈ ടീഷർട്ട് നമ്മൾ ഡൈയിങ് ചെയ്യാൻ പോവാണ്. സ്പൈറലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അവിടെ നൂല് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, കുഞ്ചൂസ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഡൈയിങ്ങിന്റെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ടീഷർട്ടിൽ എങ്ങനെയാണ് ഡൈ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന്റെ അടുത്ത് ഇവിടെ ഒരു പ്ലെയിൻ ടീഷർട്ട് ഉണ്ട്. ഈ ടീഷർട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഡയമണ്ട് പാറ്റേൺ, അല്ലെങ്കിൽ തന്നെ മാർബിൾ പാറ്റേൺ, സ്ക്വയർ, റൗണ്ട്, സ്പൈറൽ, അങ്ങനെ കുറെ പിന്നെ വെറും ഇങ്ങനെ ആയിട്ടുള്ള കുറെ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാം സ്പൈറലാണ് ചെയ്യാൻ പോകുന്നത്. സ്പൈറലിന്റെ പ്രത്യേകിച്ച് ഇങ്ങനെ പോണത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഓരോ ടീഷർട്ടുകൾ, അതായത് പ്ലെയിൻ ടീഷർട്ട് ഇപ്പൊ ചിലപ്പോൾ നനച്ചിട്ടൊക്കെ ഉണ്ടാവും ചിലരുടെ. അപ്പൊ നനച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബെസ്റ്റ് മെത്തേഡാണ് ഡൈ അടിച്ചിട്ട് വേറെ കളറിലേക്ക് ആക്കാന്നുള്ളത്. ഇപ്പൊ ലൈറ്റ് ഷെയ്ഡ് ടീഷർട്ട് ഒക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് വേറെ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഇപ്പൊ ഇത് യെല്ലോ ആയ കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്കോ വേറെ ഏത് ഡാർക്ക് ഷെയ്ഡ് ആയാലും പോവും. എങ്ങനെയാണ് ഇത് സ്പൈറൽ കെട്ടാന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഞാനിപ്പോ ചുങ്കിടി അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ട്വൈൻ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു നൂല് ഉപയോഗിച്ചിട്ടാണ് നമ്മള് സ്പൈറല് എന്താ പറയാ ടീഷർട്ട് ഇങ്ങനെ സ്പൈറലാക്കിയിട്ട് കെട്ടുന്നത്. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു നൂലും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. ഈ നൂലില്ലാന്നുണ്ടെങ്കിൽ നല്ല ഒരു കനം കൂടിയ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ വുളൻ നൂല്, അതേപോലെ വുളൻ നൂല് കറക്റ്റ് വരില്ല, എന്നാലും ഇങ്ങനെ ഇത്ര കട്ടി വേണം. ടോയിൻ ടൈപ്പ് കോട്ടന്റെ നൂല് വേണം. അങ്ങനത്തെ നൂലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഡിസൈൻ വരാം. അപ്പോൾ ഈ ഒരു നൂലിന്റെ ഒരു വരയ്ക്കേണ്ടതും മീൻസ് ആ ഒരു നൂലിന്റെ ഒരു നമ്മളിപ്പോ കെട്ടണതിന്റെ ഒക്കെ ഒരു ഡിസൈനും ഈ ടീഷർട്ടിൽ വരും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ടീഷർട്ടായി നമ്മൾ നന്നായിട്ട് നിവർത്തിയിടാം. അതിനുശേഷം നമ്മൾ ഏകദേശം അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് പിടിക്കുക. നമുക്ക് വേണ്ടത് ടോയിൻ നൂലാണ്. ടോയിൻ നൂല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻ നമുക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടായാലും നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പൈറലായിട്ട് ഇങ്ങനെ കൈ വെച്ച് സെൻറ്ററിൽ നിന്ന് പിടിച്ചിങ്ങനെ തിരിക്കണത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നൂലോ അല്ലെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ നൂല് എടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മിഷൻ ത്രെഡ് ആയാലും നമുക്കിതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നല്ലവണ്ണം പെർഫെക്റ്റായിട്ട് സ്പൈറലായിട്ട് തിരിക്കാൻ നോക്കണം. അതിലുള്ള മീൻസ് തിരിക്കുന്നതിൽ നമ്മൾ ട്വിസ്റ്റിങ് കറക്റ്റായിട്ട് തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡിസൈനിൽ തന്നെ മാറ്റം വന്നു വരും. അപ്പോൾ നമ്മൾ സ്പൈറൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫിനിഷിങ്ങിൽ കറക്റ്റ് തന്നെ പെട്ടെന്ന് ഫസ്റ്റ് തന്നെ ചിലപ്പോൾ പിടിച്ച് തിരിക്കുമ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈം നമ്മൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് വരും. പിന്നെ ഇങ്ങനെ ഔട്ട് സൈഡിലേക്ക് വരുന്ന ഫാബ്രിക്കൊക്കെ, അതായത് ഫാബ്രിക്കൊക്കെ നമ്മൾ ചെയ്യാൻ നൈസായിട്ടൊന്ന് ഈ ഒരു കെട്ടിനുള്ളിക്കാക്കാൻ ഫസ്റ്റ് നാലാക്കിയിട്ട് പിന്നെ നമുക്കത് വീണ്ടും കറക്റ്റ് അതിൻ്റെ ലൈൻ്റെ സെൻറ്ററിലോട്ട് കൂടി ഒരു തുണി കെട്ടുമ്പോൾ പിന്നെ കറക്റ്റായിട്ട് പുറത്തേക്കൊരു വാല് പോലെ നിൽക്കാണ്ട് കറക്റ്റായിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മുടെ ടീഷർട്ട് വരും. റബ്ബർ ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് അതിൻ്റെ മേലക്കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നൂലാവുമ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ റോൾ ചെയ്തത് ഒന്ന് ഫോൾഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് ഒരു നമ്മുടെ ബേസ് ലെവൽ കറക്റ്റായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് ഡൈ പിടിക്കാതെ വരും, അങ്ങനെ കുറേ മിസ്റ്റേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഡബിൾ ഷെയ്ഡാണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ യെല്ലോ ടീഷർട്ടിലേക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുത്തുന്നത്. ഇപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നു. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയാണ്. ഏകദേശം ഈ ഒരു കോളം ഞാൻ വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടായി തിളച്ച് വരാറായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൗഡർ നമുക്ക് കലക്കേണ്ടത് ഒരു ലൈറ്റ് ചൂടുള്ളത്തിലാണ്, അല്ലെങ്കിൽ തിളച്ച് കഴുകാൻ കുഴപ്പമില്ല. അപ്പൊ നമ്മള് പേപ്പർ ഗ്ലാസ്സിൽ എടുത്ത് ഏകദേശം ഇത്രത്തോളം വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മള് ഒരു പാക്കറ്റ് പൊട്ടിച്ചിടാൻ പോകണം.
വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ടീഷർട്ട് വെള്ളത്തിലേക്ക് ഇടാൻ പാടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു നൂലൊന്ന് നമുക്കത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂല് നമ്മൾ കെട്ടിയിട്ടുണ്ട്. നമ്മൾ പതിയെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റെഡ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. റെഡ് പ്ലസ് യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് വരും. അപ്പോൾ നമുക്ക് റെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിൽ നമുക്ക് ടീഷർട്ടും യെല്ലോ ഒരു മിക്സിങ് ഡിസൈൻ കോൺട്രാസ്റ്റ്, അതായത് റെഡ് യെല്ലോ പ്ലസ് ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ഡൈ പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം, തുണി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് പ്രത്യേകം ഇടാൻ ശ്രദ്ധിക്കണം. ഉപ്പിട്ടാലാണ് നമ്മുടെ കളറ് ഡ്രസ്സിൽ ഫിക്സ് ആവുക. നമുക്ക് ഇങ്ങനെ ഒരു ടീഷർട്ട് ചെയ്യാൻ വേണ്ടി വെറും 15 രൂപ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് കളറ് മങ്ങിയത്, അതേപോലെ തന്നെ പഴയതായിട്ട്, അതായത് നമ്മൾ കുറേ ഉപയോഗിക്കുമ്പോൾ മീൻസ് അല്ലാന്നുണ്ടെങ്കിൽ വെയിലധികം കൊണ്ടുണ്ടെങ്കിൽ ടീഷർട്ടിൻ്റെ കളറ് ഫെയ്ഡാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഡൈയിങ് ചെയ്ത് പുതിയൊരു ലുക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു പെർഫെക്റ്റ് ഐഡിയ ആയിരിക്കും. നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇട്ടതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഇടാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ കെട്ടോളൊക്കെ അഴിക്കുമ്പോഴാണ് നമ്മുടെ സ്പൈറലിൻ്റെ ആ ഒരു ഡിസൈൻ കാണുക. അപ്പോൾ വേണ്ട കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോ പ്ലസ് ഓറഞ്ച് ഷെയ്ഡ് വന്നു. നമ്മൾ റെഡ് കളറാണ് മുക്കിയെങ്കിൽ പോലും നമുക്ക് യെല്ലോ പ്ലസ് റെഡ് ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരും. അപ്പോൾ നല്ലൊരു ഭംഗി, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്പൈറൽ ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടീഷർട്ടുകളിൽ, അതേപോലെ തന്നെ നമുക്ക് സ്കേർട്ടുകളിലൊക്കെ ആയാലും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ അംബ്രല്ല സ്കേർട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് തിരിച്ചതിന് ശേഷം ഇതേ മോഡലിൽ നമ്മൾ ഡൈ ചെയ്തെടുക്കുകയാണെന്ന് ഒരു പെർഫെക്റ്റ് ലുക്കിലുള്ള ഒരു സ്കേർട്ട് കിട്ടും. അതേപോലെ തന്നെ ടീഷർട്ടായാലും സാരീസ് ആയാലും എന്ത് വേണേലും നമുക്കിങ്ങനെ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you with another video. Bye.